സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഈ പുതുവർഷത്തിന്റെ പ്രാരംഭ സമയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വചനത്തെ കൂടെ നമ്മളോട് ഓർപ്പിക്കുകയാണ്, മനുഷ്യരുടെ മുഖത്തേക്ക് ഒന്നും നോക്കി നമ്മൾ എന്ത് ചെയ്യരുത്, ഈ വർഷത്തിൽ യാത്ര ചെയ്യരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ 2025 ആരംഭ സമയം ദൈവത്തിന്റെ ആത്മാവിൽ ദൈവജനത്തോട് പറയുന്നു, നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം. വിശ്വാസമുണ്ട്, ഇന്ന് മുതൽ ഞാൻ ദൈവത്തിൽ ആശ്രയം വെച്ചു ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് പോകുന്ന ഒരു ഭക്തന്റെ എല്ലാവിധമായ കാര്യാദികളും ദൈവം നോക്കുവാനിടയായിത്തീരും. ആമേൻ. മനുഷ്യരിൽ ആശ്രയിച്ച വ്യക്തിയെയും ദൈവത്തിൽ ആശ്രയിച്ച വ്യക്തികളെ കുറിച്ച് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുകയാണ്, ദൈവത്തിൽ ആശ്രയിച്ച വ്യക്തികളുടെ ജീവിതത്തിലെ ചരിത്രങ്ങളെ ദൈവം മാറ്റിയെന്ന ദൈവവചനത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുകയാണ്. ദൈവത്തിൽ ആശ്രയം വെച്ച അല്ലെങ്കിൽ മനുഷ്യമായ തലങ്ങളിൽ ആശ്രയം വെച്ച രണ്ട് വ്യക്തികളെ ദൈവവചനത്തിൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുക. ഒന്ന്, ദൈവത്തിൽ ആശ്രയം വെച്ച് യാത്ര ചെയ്ത ഭക്തനായിരുന്നു അബ്രഹാം. അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ദൈവം അബ്രഹാമിനെ വിളിക്കാനിടയായിരുന്നു. കൽദയ പട്ടണമായ ഊരിൽ നിന്നും മെസൊപ്പൊത്താമിയ ആ പട്ടണത്തിന്റെ നടുവിൽ നിന്നും അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോക എന്ന് അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാമിനോട് പോക എന്ന് പറഞ്ഞപ്പോൾ കാണിപ്പാനിരിക്കുന്ന ദേശം ഏതാണ് ദേശമെന്നോ എവിടെയാണെന്നോ എന്നും അബ്രഹാമിന് അറിയത്തില്ല. പക്ഷേ എന്തോ ദൈവം കാണിക്കാനിരിക്കുന്നു, എന്തോ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു എന്ന് അബ്രഹാമിനോട് ദൈവം ഇടപെട്ടപ്പോൾ അബ്രഹാമിന്റെ നോട്ടം ദൈവത്തിലേക്ക് മാത്രമായി. ഈ 2025 പ്രാരംഭ സമയം ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ നോക്കിക്കൊണ്ട് വേണം നാം യാത്ര ചെയ്യുക. ദൈവം 2024 പറഞ്ഞ പല വാഗ്ദത്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറവേറാനുണ്ട്. അത് 2025 ദൈവത്തിനാണ്. അത് ദൈവം പറഞ്ഞിട്ടുണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2025 പ്രാരംഭ സമയം ദൈവം പറഞ്ഞ വാക്കുകളെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്ന ഭക്തന് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുവാനിടയായിട്ടുള്ളത്. എന്നാൽ വിശ്വാസമുണ്ട്. ദൈവം നമ്മളോട് അരുളി ചെയ്ത വാക്കുകളും ദൈവം നമ്മളോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവനാണ് ദൈവത്തെ നോക്കി യാത്ര ചെയ്യുന്നത്. അബ്രഹാം യാത്ര പുറപ്പെട്ട സമയത്ത് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എന്ന് പോക എന്ന് പറഞ്ഞതിന് ശേഷമായി ദൈവം പറയുക, ഞാൻ നിന്നെ കാണിക്കുന്ന ദേശത്തേക്ക് നിനക്ക് എത്തപ്പെടണമെങ്കിൽ നീ ചിലതിനെ വിട്ടുകളയണം. എന്തൊക്കെയാണ് വിട്ടുകളയണം? ഒന്ന്, നിന്റെ ദേശത്തെ വിട്ടുകളയണം. രണ്ട്, ചാർച്ചക്കാരെ വിട്ടുകളയണം. ഭവനത്തെ വിട്ടുകളയണം. സകലത്തെ